ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. പൊതുവെ ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ ചില കാര്യങ്ങളിൽ കർക്കശമായിട്ടുള്ള സമീപനവും ഷാഢ്യ സ്വഭാവവും ഉള്ളതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളും തടസ്സങ്ങളും കാണുന്നവരാണ്. എന്നാലോ വേഗത്തിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എന്ന് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരായതുകൊണ്ട് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ പൂയം നക്ഷത്രക്കാർ. കർക്കിടകം രാശിയിൽ വരുന്ന ഈ പൂയം നക്ഷത്രക്കാരിൽ ഈ ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാരണം സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ശുക്രൻ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും അഷ്ടമഭാവത്തിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതും 2-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം വരുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും അലസത വരാതെ പ്രത്യേകം നോക്കണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അലസത വരാതെ ക്ഷീണം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. എന്നാൽ തൊഴിൽപരമായിട്ടാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 5-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും നിവൃത്തിനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് വളരെയധികം അഭിവൃദ്ധി കാണുന്നതായിട്ടൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പൂയം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവേ ഈ നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്.